ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വോൾക്സ്വാഗൻ്റെ ടെറാമൗണ്ട് ആണ്. ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സർവീസിനും അതേമാതിരി തന്നെ ടയർ പ്രഷറിൻ്റെ വാർണിംഗ് ലൈറ്റൊക്കെ ഉണ്ട് ഈ വാഹനത്തിൽ. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൽ എങ്ങനെയാണ് സർവീസ് റീസെറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അതേമാതിരി തന്നെ സർവീസ് റിമൈൻഡർ എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മൾ സെൻട്രൽ ഡിസ്പ്ലേയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കുറേ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇനി അതേമാതിരി തന്നെ ഇവിടെ നമുക്ക് സർവീസ് ഡ്യൂ കാണാൻ സാധിക്കുന്നത് ഇവിടെ താഴെ റൈറ്റ് സൈഡിൽ കോർണറിലായിട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ താഴെയായിട്ട് നമുക്ക് സർവീസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതിലിപ്പം എഞ്ചിൻ ഓയിൽ സർവീസ് ഡ്യൂ ആയിട്ടുണ്ട്. 600 കിലോമീറ്ററാണ് പെൻഡിങ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൽ മാനുവലായിട്ടും റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അതേമാതിരി തന്നെ സ്കാനർ ഉപയോഗിച്ചും റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പലർക്കും മാനുവൽ എങ്ങനെ റീസെറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അതേമാതിരി ഞാൻ ഈ വീഡിയോ പിടിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ എനിക്കത് പ്രോപ്പറായിട്ട് മാനുവൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിന് കുറേ ഓപ്ഷനുകളുണ്ട്. നമുക്ക് ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് മാനുവൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഞാനത് ക്യാമറ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കത് ഒറ്റയ്ക്ക് എടുക്കാൻ സാധിക്കത്തില്ല. കാരണം അതിനൊരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മളെ സ്കാനർ ഉപയോഗിച്ച് ഓട്ടോ ഓയിൽ റീസെറ്റാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മാനുവലും റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റീസെറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് പലരുടെയും വിശ്വാസം. എന്നാൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ നോർമലായിട്ടുള്ള സർവീസ് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലിപ്പോൾ വാർണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ഇനി ഇവിടെ വീണ്ടും ഒന്നും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആയിട്ട് നിങ്ങൾക്ക് കണ്ടല്ലോ 15,000 കിലോമീറ്ററിലോട്ട് റീസെറ്റ് ആയിട്ടുണ്ട്. അതേമാതിരി ഇൻസ്പെക്ഷൻ 30,000 റീസെറ്റ് ആയി. മാനുവൽ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരാളുടെ സഹായം വേണം. കാരണം ക്യാമറ എനിക്ക് മാനുവൽ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് പിടിക്കാൻ സാധിക്കത്തില്ല. കാരണം അതിനൊരു പ്രൊസീജിയറുണ്ട്. നമുക്ക് ഇഗ്നിഷൻ ഓൺ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറും അതേമാതിരി തന്നെ ഓഫ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അതിൻ്റെയും കൂടി വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.